ഇംഗ്ലണ്ടിലെ എൻഫീൽഡ് എന്ന സ്ഥലത്തെ ഒരു വീട്ടിൽ പെഗ്ഗി എന്നൊരമ്മയും അവരുടെ 4 മക്കളും താമസിച്ചിരുന്നു. വാടക വീട്ടിലായിരുന്നു അവരുടെ താമസം. പക്ഷേ അവരുടെ ആ വാടക വീട്ടിൽ അമാനുഷികമായ ഒരുപാട് കാര്യങ്ങൾ പെഗ്ഗിക്ക് അനുഭവപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു നാൾ ഇതിനെപ്പറ്റി പുറം ലോകം അറിയണമെന്നുള്ള ഉദ്ദേശത്തിൽ പെഗ്ഗി ഡെയിലി മിറർ എന്ന പത്രത്തിലേക്ക് കത്തെഴുതി അയച്ചു. അങ്ങനെ ഡെയിലി മിറർ ആ കാര്യം പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു. അതിനുശേഷം ഒരുപാട് പത്രപ്രവർത്തകർ ആ വീട്ടിലേക്ക് സന്ദർശിച്ചു. പക്ഷേ അമാനുഷികമായ ഒന്നും അവർക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ അവസാനമായി വന്ന 2 പത്രപ്രവർത്തകരും ഇവിടെ അമാനുഷികമായ ഒന്നും തന്നെ ഇല്ലെന്നും ഇവർ വെറുതെ പ്രശസ്തിക്ക് വേണ്ടി ഇതെല്ലാം വരുത്തി തീർക്കുന്നതാണെന്നും പറഞ്ഞു ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് അവിടെ മേശപ്പുറത്തിരുന്ന 2 കുപ്പി ഗ്ലാസുകൾ തനിയെ പൊട്ടിത്തെറിച്ചു. ഇത് കണ്ട് ഭയന്ന് വിറച്ച അവർ ആ വീട്ടിൽ ശരിക്കും എന്തോ പ്രശ്നമുണ്ടെന്ന് അവരുടെ പത്രത്തിൽ എഴുതി. ഇത് കണ്ട ശേഷം പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ ആയ മൗറിസ് ഗ്രോസ് അവരുടെ വീട്ടിലേക്ക് പ്രവേശിച്ച ഉടൻ തന്നെ അദ്ദേഹത്തിന് ആ വീട്ടിൽ കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് ബോധ്യമായി. അങ്ങനെ അദ്ദേഹം ആ വീട്ടിന്റെ ഓരോ മുറിയിൽ ഓരോ ക്യാമറകൾ വെച്ചു. അന്ന് അദ്ദേഹം അവിടെ തന്നെ താമസിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം എഴുന്നേറ്റ് ക്യാമറയുടെ ഫിലിം പ്രൊഡ്യൂസ് ചെയ്ത് എടുത്തതിന് ശേഷമാണ് അയാൾ ആ ഞെട്ടിക്കുന്ന കാര്യം കണ്ടത്. പെഗ്ഗിയുടെ മകളായ ജാനറ്റ് അവരുടെ ബെഡിന്റെ മുകളിൽ വായുവിൽ പൊന്തി നിൽക്കുന്നു. അങ്ങനെ മോറിസ് ഗ്രോസ് ജാനറ്റിനെ ചോദ്യം ചെയ്യുവാൻ ആരംഭിച്ചു. എന്നാൽ മൗറിസ് വിചാരിച്ചിരുന്നത് പോലെ അങ്ങനെ വിചിത്രമായ ഒന്നും ആ കുട്ടിയിൽ കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ചോദ്യം ചെയ്യുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് അദ്ദേഹം ഒരു ശബ്ദം കേട്ടു. ആദ്യം ആ ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്ന് അയാൾക്ക് മനസ്സിലായില്ല. എന്നാൽ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ആ ശബ്ദത്തിന്റെ ഉടമ അയാളുടെ മുമ്പിലിരിക്കുന്ന ജാനറ്റിന്റേതാണെന്ന്. ആയിരത്തി 1977 ഒരു ഓഗസ്റ്റ് മാസത്തിലായിരുന്നു പെഗ്ഗിയും അവരുടെ 4 മക്കളും കൂടി എൻഫീൽഡിലെ പുതിയ വാടക വീട്ടിൽ താമസം മാറിയിരുന്നത്. വളരെയധികം ദാരിദ്ര്യം നിറഞ്ഞ ഒരു കുടുംബമായിരുന്നു അത്. അതുകൊണ്ടാണ് വാടക കുറഞ്ഞ ആ വീട് അവർ തിരഞ്ഞെടുത്തത്. അങ്ങനെ അധികം ബുദ്ധിമുട്ടില്ലാതെ സന്തോഷത്തോടെ പൊക്കൊണ്ടിരുന്ന ആ കുടുംബത്തെ ഇരുട്ടിലാക്കുവാൻ ഒരു ദിവസം വന്നെത്തി. അന്ന് രാത്രി പെഗ്ഗി അവരുടെ 4 മക്കളെ മുകളിലത്തെ നിലയിലെ 2 മുറികളിലായി ഉറക്കിക്കിടത്തിയതിനു ശേഷം താഴത്തെ നിലയിലെ മുറിയിൽ വന്ന് കിടന്നു. എന്നാൽ കുറച്ചു നേരത്തിന് ശേഷം മുകളിലത്തെ നിലയിൽ നിന്നും ഒരു ശബ്ദം പെഗ്ഗിക്ക് അനുഭവപ്പെട്ടു. മക്കൾ ഉറങ്ങാതെ രാത്രി ബഹളം വെക്കുകയാണെന്നും കരുതി പെഗ്ഗി അവരെ വഴക്കു പറയുവാനായി മുകളിലത്തെ മുറിയിൽ കയറി. എന്നാൽ മുറിയിൽ കയറിയ പെഗ്ഗി കണ്ടത് അവരുടെ 2 മക്കൾ മുറിയുടെ ഒരു മൂലയിൽ ഭയന്ന് വിറച്ചിരിക്കുന്നതാണ്. പെഗ്ഗി അവരെ ചേർത്ത് പിടിച്ച് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. പെഗ്ഗിയുടെ 3ാമത്തെ മകനായ ജോണി ഇപ്രകാരം പറഞ്ഞു. അമ്മ, ഈ വീട്ടിൽ നമ്മൾ കൂടാതെ മറ്റാരോ ഉണ്ട്. ഞങ്ങൾ ഉറങ്ങാൻ തുടങ്ങിയപ്പോൾ ആരോ മുറിയുടെ ഭിത്തിയിലിരിക്കുന്ന ശബ്ദം കേട്ടു. ഞങ്ങൾ എഴുന്നേറ്റ് കുറച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ബെഡുകൾ കുലുങ്ങുവാൻ തുടങ്ങി. അത് കണ്ടപ്പോഴാണ് ഞങ്ങൾ പേടിച്ച് നിലവിളിച്ചത്. ഇതറിഞ്ഞ പെഗ്ഗി അവരുടെ അയൽവാസികളെ പോയി കണ്ടു. അവർ വീട്ടിൽ വന്ന് അന്വേഷിച്ചപ്പോൾ അങ്ങനെ അവിചാരിതമായ ഒന്നും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഏതെങ്കിലും കള്ളന്മാർ പേടിപ്പിക്കുവാൻ വേണ്ടി ചെയ്തതായിരിക്കും. ഡോറും ജനാലകളും നല്ലോണം കുറ്റിയിട്ട് കിടക്കുവാൻ അവർ നിർദ്ദേശിച്ചു. ശേഷം വീട് വിട്ട് പുറത്തു പോവാൻ തുടങ്ങിയ അയൽവാസികൾ ആ ശബ്ദം കേട്ടു. പക്ഷെ എവിടെ നിന്നാണ് ഇത് വരുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. അങ്ങനെ അയൽവാസികൾ പോലീസിനെ വിവരം അറിയിക്കുവാൻ നിർദ്ദേശിച്ചു. അങ്ങനെ പോലീസ് ഒന്ന് അന്വേഷിച്ചപ്പോൾ ആദ്യമൊന്നും അവിചാരിതമായി ഒന്നും അവർക്ക് അനുഭവപ്പെട്ടില്ല. പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു ചാരുകസേര തനിയെ ആടുവാൻ ആരംഭിച്ചു. ഇത് കണ്ട ആ വീട്ടിലുണ്ടായിരുന്ന എല്ലാ പേരും ഞെട്ടി വിറച്ചു. അങ്ങനെ പോലീസുകാർക്ക് മനസ്സിലായി ഈ കേസിൽ അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യുവാനില്ലെന്ന്. വീട് മാറി പോവാൻ മാത്രമേ അവർക്ക് ഉപദേശിക്കുവാൻ സാധിച്ചുള്ളൂ. പക്ഷെ ഇത്രയും ദാരിദ്ര്യം നിറഞ്ഞ ഒരു സാഹചര്യം ആയതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകുക എന്നുള്ളത് വളരെ അസാധ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുന്നപ്പോഴാണ് ഈ വിവരം ഡെയിലി മിറർ എന്ന പത്രത്തിലേക്ക് പെഗ്ഗി കത്തെഴുതി അയക്കുന്നത്. അങ്ങനെ ഇംഗ്ലണ്ട് മുഴുവനും ആ ഒരു കേസ് ആളിക്കത്തി. വളരെയധികം പ്രശസ്തമാവുകയായിരുന്നു ആ കേസ്. അങ്ങനെ പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്ററായ മോറിസ് ഗ്രോസ് അവരെ തേടിയെത്തി. അങ്ങനെ ജാനറ്റിന്റെ വിചിത്രമായ പെരുമാറ്റവും ശബ്ദവും മോറിസ് ശ്രദ്ധിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ജാനറ്റ് മറ്റൊരു കാര്യം പറയുന്നത്. What is your name? This is my home. Get out now. Who's there? Bill. Bill who? My name is Bill Wilkins.
and I'm 72 years old. ശേഷം മോറിസ് ബിൽ എന്നത് ആരാണെന്ന് അന്വേഷിക്കുവാൻ തുടങ്ങി. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് ബിൽ എന്ന വ്യക്തി അവിടെ പെഗ്ഗിക്കും കുടുംബത്തിനു മുമ്പേ താമസിച്ചിരുന്ന ഒരാളായിരുന്നു. അയാൾ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ആ വീട്ടിന്റെ ലിവിംഗ് റൂമിലിരുന്ന് തലച്ചോറിന് സംഭവിച്ച ഒരു തകരാറ് മൂലം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ആത്മാവാണ് ജാനറ്റിന്റെ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്നത്. അങ്ങനെ മാസങ്ങൾ ഒരുപാട് കടന്നുപോയി. പക്ഷെ അവരുടെ വീട്ടിൽ അമാനുഷികമായ ഉള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം പെഗ്ഗിയുടെ മകൻ കുറച്ച് രഹസ്യങ്ങൾ പെഗ്ഗിയോട് പറഞ്ഞു. അമ്മ, ഇതിനെല്ലാം കാരണമായത് ആ ഓജോ ബോർഡാണ്. നമ്മൾ ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് ചേച്ചിമാർ ഓജോ ബോർഡ് കളിക്കുവാൻ തുടങ്ങിയത്. ഒരു നാൾ അത് കളിച്ചുകൊണ്ടിരുന്നപ്പോ ശക്തമായ ഒരു കാറ്റ് വീശി, കൂടെ കറണ്ടും പോയി. അങ്ങനെ ഞാൻ പേടിച്ച് എന്റെ മുറിയിലേക്ക് ചെന്നു. പിന്നീട് ഞാൻ അത് കളിക്കുവാൻ പോയിട്ടില്ല. അതുകൊണ്ടായിരിക്കാം ബില്ലിന്റെ ആത്മാവ് ജാനറ്റിന്റെ ശരീരത്തിൽ പ്രവേശിച്ചത്. അങ്ങനെ ഇതിൽ നിന്നും ഒരു മോചനമില്ല എന്ന് മനസ്സിലാക്കിയ പെഗ്ഗി മക്കളെയും കൂട്ടി ആ വീട്ടിൽ നിന്നും ഇറങ്ങി. ഇംഗ്ലണ്ടിനെ പിടിച്ചു കുലുക്കിയ ഈ സംഭവം പിന്നീട് കോൺജറിംഗ് 2 എന്ന സിനിമയായി 2016 പുറത്തു വന്നു.